ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് വചനം നൽകിക്കൊണ്ട് നമുക്ക് സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും നൽകുകയാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായ ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെട്ട ശക്തമായ ഒരു തിരുവചനമായത്. പരിശുദ്ധ അമ്മയെ പറയുകയാണ്, ശക്തനായ ദൈവം, സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം എത്രയെത്ര വലിയ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ. നമ്മുടെ കണ്ണുനീരിൽ ആശ്വാസമായിട്ട് അവൻ കടന്നു വന്നു. നമ്മുടെ രോഗങ്ങളിൽ അവൻ സൗഖ്യമായിട്ട് കടന്നു വന്നു. നമ്മുടെ വേദനകളിൽ ശക്തിപ്പെടുത്താനായിട്ട് ആത്മാവിനെ തന്ന് നമ്മളെ ബലപ്പെടുത്തി. നമ്മുടെ മുമ്പിൽ അടഞ്ഞുപോയി എന്ന് നമ്മൾ കരുതിയ എല്ലാ വാതിലുകളും ശക്തനായ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വന്നു. ചെങ്കടലിൻ്റെ മധ്യത്തിൽ വഴിയൊരുക്കിയ ദൈവം, അവൻ സർവശക്തനാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വേണ്ടി എന്നും എന്നും വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. നീ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പോകുക. മരുഭൂമിയിൽ വെച്ച് ഹാഗാറിൻ്റെ കണ്ണുകൾ തുറന്നു. ഹാഗാറിൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൾ കാണുകയാണ് കിണർ വെള്ളം. മൂടപ്പെട്ടിരുന്ന കണ്ണുകൾ തുറന്ന് മരുഭൂമിയിൽ ഹാഗാറിനും കുഞ്ഞിനും വെള്ളം നൽകിയ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏത് മരുഭൂമി അവസ്ഥയിലാണെങ്കിലും, ഏത് തകർച്ചയിലാണെങ്കിലും, ഏത് പരാജയത്തിലാണെങ്കിലും, എത്ര വലിയ കണ്ണുനീരിലാണെങ്കിലും, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുക. നിന്റെ ദൈവം വലിയവനാണ്. അവൻ അസാധാരണമായ ശക്തിയുള്ള ദൈവമാണ്. സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. നമ്മളെ ഒരിക്കലും തള്ളിക്കളയാതെ നമ്മളെ ഉള്ളംകൈയിൽ താങ്ങുന്നവൻ. കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ വഹിക്കുന്നത് പോലെ ആപത്തിലും അനർത്ഥങ്ങളിലും നമ്മളെ ചിറകടിയിൽ സൂക്ഷിക്കുന്ന ദൈവം, തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ സൂക്ഷിക്കുന്നത് പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ യേശുവിനെ നമ്മൾ മഹത്വപ്പെടുത്തണം, അവൻ്റെ നാമത്തെ ഉയർത്തണം, അവനെ ആരാധിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് സ്വർഗം തുറന്ന് തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിലെ വിശ്വാസത്തിൻ്റെ കാവലായി, വിശ്വാസത്തിൻ്റെ പിതാവായി ദൈവം അബ്രാഹത്തിനെ അഭിഷേകം ചെയ്തുയർത്തി. അബ്രാഹാം വർഷങ്ങളോളം ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു, കാത്തിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ ഈജിപ്തുകാരിയായ ഹാഗാറുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ ഒരു കുഞ്ഞ് പിറക്കുകയാണ്, ഇസ്മായിൽ. അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോൾ സാറായിലൊരു കുഞ്ഞ് പിറന്നു, ഇസഹാക്ക്. ഉൽപ്പത്തി പുസ്തകം 21 നമ്മൾ വായിക്കുന്നു, ഹാഗാറിൻ്റെ മകൻ ഇസ്മായേലും സാറായുടെ മകൻ ഇസഹാക്കും ഒന്നിച്ച് കളിക്കുന്നത് കണ്ടു. ഇത് സാറായിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സാറ അബ്രാഹത്തോട് പറഞ്ഞു, ഹാഗാറിനെയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് പുറത്താക്കണം. അബ്രാഹത്തിൻ്റെ ഹൃദയത്തിൽ കഠിനമായ വേദനയായി, ഹൃദയവേദനയായി. കാരണം ഇസ്മായേലും തൻ്റെ മകനാണ്. അവളെ പുറത്താക്കുവാൻ, ആ കുഞ്ഞിനെ പുറത്താക്കുവാൻ സാറ ആവശ്യപ്പെടുകയാണ്. അബ്രാഹാം പിതാവിൻ്റെ ഹൃദയം തേങ്ങി. ഉറപ്പാണ്, അബ്രാഹാം പിതാവിൻ്റെ ഹൃദയത്തിൽ ഒത്തിരി നൊമ്പരമുണ്ടായി.
അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം അബ്രാഹത്തോട് സംസാരിച്ചു. ഹാഗാറിനെയും കുഞ്ഞിനെയും ഓർത്ത് നീ ക്ലേശിക്കണ്ട, വേദനിക്കണ്ട, നിന്റെ ഭാര്യ സാറ പറയുന്നത് ചെയ്യുക. അവിടെ ഒരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവുകയാണ്. അബ്രാഹാം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്തു ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഹൃദയവേദനയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക ഇടപെടൽ ഉണ്ടാവുകയാണ്. അബ്രാഹാം പിതാവിൻ്റെ ചങ്കിനകത്തു നിറഞ്ഞ ആ വേദന ഒരു പിതാവെന്ന നിലയ്ക്ക് അബ്രാഹാം അനുഭവിച്ച ഒരു വേദന അവിടെ നമ്മൾ കാണുകയാണ്. ഞാൻ ഓർക്കാണ്, ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു പിതാവ്, അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു. വലിയ സങ്കടത്തോടെ പങ്കുവെച്ച അനുഭവ. ഭാര്യയുണ്ട്, 2 ആൺമക്കളുണ്ട്, ഗൾഫിലായിരുന്നു ജോലി. 10-20 വർഷത്തോളം ആ മരുഭൂമിയിൽ ഭാര്യയും മക്കളെയൊക്കെ വിട്ട് കഠിനാധ്വാനം ചെയ്തു, കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി. 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് നാട്ടിൽ വരുന്നത്. അപ്പോഴാണ് ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നത്. 2 മാസത്തെ ലീവ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഭാര്യയും മക്കളെയൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴുള്ള ആ ഹൃദയവേദനയൊക്കെ ആ പിതാവ് പങ്കുവച്ചു. കാലങ്ങൾ കടന്നുപോയി, മക്കൾ പഠിച്ചു, മക്കൾക്ക് 2 പേർക്കും ജോലിയായി, 2 പേരും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ഈ പിതാവ് പറയുകയാണ്, ജോലിയൊക്കെ നിർത്തി നാട്ടിൽ വന്നു. അത് ഭാര്യയ്ക്ക് അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല. ഇവർ തമ്മിൽ അസ്വസ്ഥതകളുണ്ടായി, ഭാര്യയും മക്കളും ഒറ്റക്കെട്ടായി. ഈ ഭാര്യ ഭർത്താവിനെ വിട്ട് ബാംഗ്ലൂർക്ക് മക്കളോടൊപ്പം ജീവിതം ആരംഭിച്ചു. ആ പിതാവ് 20 വർഷക്കാലം മരുഭൂമിയിലെ ചൂടത്ത് എല്ലാവരെയും വിട്ട് അവിടെ അധ്വാനിച്ചത് കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ കൊടുത്തു, ചോര നീരാക്കി. ആ ഒരു ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ദൈവത്തെ മറന്നിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് ചേർന്നുന്ന ആ പിതാവ് പറയുകയാണ്, എൻ്റെ ഭാര്യയും മക്കളും ഒറ്റക്കെട്ടായി. പിന്നീട് സംഭവിച്ചത്, മൂത്ത മകൻ്റെ കല്യാണം അവർ ബാംഗ്ലൂരിൽ വെച്ച് നടത്തി. അപ്പനായ എന്നെ വിളിച്ചു പോലുമില്ല. ഒന്ന് ഓർത്തു നോക്കുക, എത്രമാത്രം ഹൃദയവേദന പിതാവ് അനുഭവിച്ചിട്ടുണ്ട്, എത്രമാത്രം സങ്കടത്തിലൂടെ ആ വ്യക്തി കടന്നുപോയിട്ടുണ്ട്. എനിക്ക് ഒത്തിരിയേറെ വേദന തോന്നി. ആ പിതാവ് പറയണം, ഇപ്പോൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ ഭാര്യയും മക്കളും ഒന്നിച്ച് ബാംഗ്ലൂരിൽ ജീവിക്കുന്നു, മക്കൾക്ക് ജോലിയുണ്ട്, മൂത്ത മകന് കല്യാണം കഴിച്ചു, എന്നെ അറിയിച്ചില്ല, എനിക്ക് മകൻ്റെ കല്യാണം പോലും കൂടാൻ പറ്റിയില്ല. ആ അപ്പൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകിയാണ്. ഹൃദയത്തെ പിളർക്കുന്ന നൊമ്പരത്തിൻ്റെ അനുഭവങ്ങൾ. ഇങ്ങനെ വേദനിക്കുന്ന ഒത്തിരി അപ്പന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആരും ഇതറിയുന്നില്ല. വചനം പറയുന്നു, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. ഇനി ദുഃഖമോ വേദനയോ മുറവിളിയോ ഉണ്ടാവത്തില്ല. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് കടന്നു വന്നു. കണ്ണുനീര് തുടയ്ക്കുന്നവൻ, ആശ്വാസം നൽകുന്നവൻ, അഭിഷേകം നൽകുന്നവൻ, തള്ളിക്കളയാത്തവൻ, ചങ്കോട് ചേർക്കുന്നവൻ കർത്താവായ യേശു. അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. നിന്റെ ചങ്കിലെ സങ്കടം അവൻ തീർച്ചയായിട്ടും എടുത്തു മാറ്റും. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ അവൻ പുനഃസ്ഥാപിക്കും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. കർത്താവായ യേശു അവൻ ഉപേക്ഷിക്കത്തില്ല നമ്മളെ ആരെയും. നമുക്ക് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, പാപങ്ങളുണ്ട്, ഒക്കെയുണ്ടെന്നേ. എങ്കിലും ദൈവം നമ്മളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും അസ്തമിക്കാത്ത, അവസാനിക്കാത്ത, ആഴക്കടലോളം എത്തുന്ന അനന്തമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാനോ രുചിക്കാനോ നമുക്കിന്നുവരെ കഴിഞ്ഞിട്ടില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ട്. അവൻ നമ്മളെ തള്ളിക്കളയത്തില്ല. ആരൊക്കെ തള്ളി പറഞ്ഞാലും, ആരൊക്കെ തള്ളി കളഞ്ഞാലും ഉപേക്ഷിച്ചാലും
നമ്മളെ തള്ളിക്കളയാതെ നമ്മുടെ കൂടെ യേശു ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാം പിതാവിന് ഒത്തിരി വേദന ഉണ്ടായിരുന്നു. ദൈവം സംസാരിച്ചു. പിന്നീട് നമ്മൾ കാണുന്നു, വെളുപ്പിനെ പ്രഭാതത്തിലുണ്ടെന്ന് അബ്രഹാം പിതാവ് ഒരു തുകൽ സഞ്ചിയിൽ വെള്ളമൊക്കെ എടുത്ത് അപ്പമൊക്കെ എടുത്ത് വെച്ച് ഹാഗാറിനയിൽ കൊടുത്ത് അവളെയും കുഞ്ഞിനെയും പറഞ്ഞു വിടുകയാണ്. ഹാഗാറും തൻ്റെ കുഞ്ഞും ബർഷേബ മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുകയാണ്. അവിടെ കൈവശമുണ്ടായിരുന്ന അപ്പം തീർന്നു, കുടിക്കാനുണ്ടായിരുന്ന വെള്ളവും തീർന്നു, ഭക്ഷണം തീർന്നു, കുടിവെള്ളവും തീർന്നു. കടുത്ത വേനൽ ചൂട്. മുകളിലേക്ക് നോക്കിയാൽ ചുട്ടുപൊള്ളുന്ന ചൂട് നൽകുന്ന സൂര്യൻ കത്തിജ്വലിക്കുന്നു. കണ്ണെത്താ ദൂരത്തോളം മരുഭൂമി. ഹാഗാറിൻ്റെ ഉള്ളില് നൊമ്പരത്തിൻ്റെ തീ കത്തുകയാ. തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയോർത്ത് ഹാഗാറിൻ്റെ മനസ്സ് ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. ഭക്ഷണം തീർന്നു, വെള്ളം തീർന്നു. മുൻപിൽ വിശാലമായ മരുഭൂമി മാത്രം. സഹായിക്കുവാനായിട്ട് ആരുമില്ല. ആരും സഹായിക്കാനായിട്ടില്ല. തൻ്റെ കുഞ്ഞിനെ ഒരു കുറ്റിച്ചെടിയുടെ അവിടെ കിടത്തിയിട്ട് ഒരമ്പെയ്ത്ത് ദൂരം മാറിയിരുന്നുകൊണ്ട് ഹാഗാർ മുട്ടെ കുത്തി നിന്ന് ഇരുന്ന് തലക്കുമ്പിട്ട് കരയുകയാണ്. ഹൃദയം പൊട്ടി ഹാഗാർ കരയുക. അവൾ ദൈവസന്നിധി നിലവിളിക്കുകയാ. തൻ്റെ പൊന്നോമന കുഞ്ഞ്, ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. ആ കുഞ്ഞ് നിലവിളിക്കുകയാ. ദാഹിച്ചു വരണ്ട് വിശന്ന് നിലവിളിക്കുകയാ. നമ്മുടെ ദൈവം കാരുണ്യമാണ്. ആര് ഹൃദയം തൊന്ന് നിലവിളിക്കുന്നുവോ നിലവിളിക്കുന്നവർക്ക് ഉത്തരം നൽകുന്നവൻ. ഉറപ്പാണ്, നിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തും, നിന്റെ കണ്ണുനീര് ദൈവസന്നിധിയിലെത്തും, നിന്റെ കരച്ചിൽ ദൈവസന്നിധിയിലെത്തും. ഹാഗാറിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവസന്നിധിയിലെത്തിയെന്നാണ് ദൈവവചനം പറയുന്നത്. ആ കുഞ്ഞിൻ്റെ നിലവിളി, ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അത് ദൈവസന്നിധിയിലെത്തി. ഇതുപോലെ നമ്മുടെയും കരച്ചിലും നൊമ്പരവും വേദനയും ഒക്കെ കർത്താവിൻ്റെ മുമ്പിലെത്തും. നിന്റെ അലച്ചിലുകൾ ഇടുന്ന ദൈവം, നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവം, വിശക്കുമ്പോൾ നിനക്ക് ആഹാരം തരുന്ന ദൈവം, പൊരിവെയിലിൽ തണല് നൽകുന്ന ദൈവം, എല്ലാവരും കൈവിട്ടു നിന്നെ അകന്നു പോയപ്പോൾ നിന്നെ മാറോട് ചേർക്കുന്ന ദൈവം, ആരുമില്ല എന്ന് സങ്കടപ്പെടുമ്പോൾ എല്ലാമെല്ലാമായി ദൈവം നിന്റെ പക്ഷത്ത് നിൽക്കും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.